ശ്രീ ഷാബു പ്രസാദ്, ഇതൊരു ബീഹാർ ബജറ്റ് എന്നാണ് ആക്ഷേപിക്കപ്പെടുന്നത്. 6 ഇടങ്ങളിലായി ബീഹാറിനെ പരാമർശിച്ചത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിലെ ജോലിക്ക് വന്നിട്ടുള്ള ബീഹാർ സ്വദേശികളായ ബീഹാറി ഭായിമാരൊക്കെ നമ്മളെ നോക്കി ചിരിക്കുകയാണ്, ഇങ്ങനെ നടന്നോ എന്നുള്ള മട്ടിൽ. കേരളം ഈ രാജ്യത്തൊന്നും അല്ലേ? ഞാനിപ്പോൾ ഇവിടുന്ന് എനിക്ക് വലിയ ഇഷ്ടമാണ് ശ്രീ ജോൺ ബ്രിട്ടാസിനെ. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് പ്രസംഗങ്ങളും പെർഫോമൻസും ഒക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സംസാരം ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു പ്രതിപക്ഷ MP എന്നുള്ള നിലയിൽ, ഒരു പ്രതിപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ ഒരു ബജറ്റിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ എനിക്ക് കഷ്ടം തോന്നിയത്. അത്രമാത്രം അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെ മാത്രമേ ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടുള്ളൂ. അതൊന്ന് ബീഹാറും മറ്റൊന്ന് ആസാമുമാണ്. ബാക്കി 27 സംസ്ഥാനങ്ങളെയും ഇതിൻ്റെ അകത്ത് പരാമർശിച്ചിട്ടില്ല. ഞാൻ അത്ഭുതപ്പെടുന്നത് ഞാൻ അത്ഭുതപ്പെടുന്നത് ഒന്നുമല്ല. ഇവരെന്താണ് ഈ ഗുജറാത്തിനെയോ UP-യെയോ അല്ലെങ്കിൽ മധ്യപ്രദേശിനെയോ രാജസ്ഥാനെയോ ഹിമാചൽ പ്രദേശ് അല്ലല്ലോ, ഇവിടെ ഉത്തരാഖണ്ഡിനെയോ അങ്ങനെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനങ്ങളെയൊക്കെ ഈ BJP സർക്കാർ ഇത്ര ക്രൂരമായി അവഗണിച്ചത് എന്താണ്? അല്ല, ഈ വർഷം ഇവിടൊന്നും തെരഞ്ഞെടുപ്പ് നടക്കാനില്ലല്ലോ ഷാബു പ്രസാദ്. ബീഹാറിലല്ലേ ഒക്ടോബർ നവംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? അല്ല അഭിലാഷേ, 10 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഈ യൂണിയൻ ബജറ്റ് സ്വാധീനിക്കും എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? അല്ല, കരുതാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊന്നും ആരും അറസ്റ്റ് ചെയ്യുമൊന്നുമില്ല, കുറ്റകൃത്യമൊന്നുമല്ല. ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ആ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ സമയത്തുണ്ടാകുന്ന ഒരു 1-2 മാസത്തിനകം ഉണ്ടാകുന്ന ടോട്ടലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക. അല്ലാതെ ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ഈ ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നൊക്കെ അങ്ങോട്ട് വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടൊക്കെ എത്തും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പറയുന്നത് അത്രയും വിശ്വാസമെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ 6 സംസ്ഥാനത്തിന്റെ പേര് മാത്രം പറയുന്നു. അങ്ങ് തന്നെ പറഞ്ഞ വാദം അനുസരിച്ചാണെങ്കിൽ BJP ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിന്റെ പേരും പ്രത്യേകമായി പറയുന്നില്ല. അല്ല, അവിടെ ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ബജറ്റിൽ കുറെ പദ്ധതികളുണ്ടല്ലോ. ഈ താമരക്കുരു പ്രോസസ് ചെയ്യുന്ന ഫുഡ് യൂണിറ്റിന്റെ കാര്യം ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ വരാൻ മാത്രം പ്രാധാന്യമുള്ളതാണോ? അങ്ങ് ഒരു നിഷ്പക്ഷമായ ഒരു ഉത്തരം പറയൂ. ഞാനൊരു കാര്യമുണ്ട്. ഇതിൻ്റെ താമരക്കുരു ഒരു ഭക്ഷണ വിഭവമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് മലയാളികൾക്ക് വലിയ പരിചയമില്ലാത്ത കാര്യമാണ് സംഭവം അത്. പക്ഷേ അവിടെ ചിലപ്പോൾ അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മലയാളികൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ അപ്രസക്തമാണ്. നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും അവഗണിക്കേണ്ടതാണ് എന്നൊരു കാഴ്ചപ്പാട് ശരിയല്ലല്ലോ അഭിലാഷേ. അല്ല, അങ്ങനെയല്ല. ബജറ്റ് ഒരുപാട് പദ്ധതികളുള്ള ഒരു വലിയ ഡോക്യുമെന്റ് ആണല്ലോ. അതിൽ സ്പെസിഫിക് ആയി എടുത്തു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ചില ഊന്നലുകളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഘോസി റിവർ പ്രോജക്ട്, കനാൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് മിഥിലാഞ്ചൽ മേഖലയെ ആകെ ഫലഭൂയിഷ്ടമാക്കുമെന്ന് പറയുന്നു. ഒരു രാജ്യത്ത് മറ്റ് നദികളുണ്ട്, ഇറിഗേഷൻ ആവശ്യമുള്ള മറ്റ് സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ട് ബീഹാറിലേക്ക് ട്രസ്റ്റ് മുഴുവൻ ചോദിച്ചാൽ കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്നു. കാരണം നിതീഷ് കുമാറിന്റെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. ബീഹാർ പോലൊരു സംസ്ഥാനത്ത് അധികാരം പിടിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു സംസ്ഥാനത്ത് അധികാരത്തിലെത്തുക എന്നുള്ളതിലുപരി ഇപ്പോൾ പ്രതിപക്ഷം അവിടെ അധികാരത്തിൽ വന്നാൽ നറേറ്റീവ് തന്നെ മാറും. ബീഹാറിലെ അധികാരം, രാഷ്ട്രീയ അധികാരം എന്നുള്ളത് വളരെ നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണെന്ന് അടിവരയിടുകയാണ് കൃത്യമായി വായിച്ചാൽ. BJP ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ BJPക്ക് ബീഹാറിൽ വിജയിക്കേണ്ടതുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ BJP ചെയ്യും. ഞാൻ ഇപ്പോഴും ചോദിക്കുന്നതാണ്, 10 മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഈ ഓഗസ്റ്റിൽ ഈ ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റ് സ്വാധീനിക്കാൻ പോകുന്നു എന്ന് അഭിലാഷം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ. എനിക്ക് വിരോധമൊന്നുമില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത്? ആ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഈ ബജറ്റൊക്കെ പഴങ്കഥയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം.